ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഏലിയാസ് മൂശക്കാലം സ്വർഗരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് എന്ന്, ആ ഒരു കാലഘട്ടത്തിൻ്റെ അനുസ്മരണമാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനിഷേധ്യമായി ഒഴിവാക്കേണ്ട, ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ നന്മയായി പുണ്യമായി കരുതരുതാത്ത വലിയൊരു തിന്മയുടെ മേഖല ഈശോ നമ്മുടെ മുമ്പിൽ ഇന്ന് അനാവരണം ചെയ്യുകയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നത്, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലെ പുഴുക്കുത്തുകൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഇടവകയിലെ വികാരിയച്ചന്മാരാണെങ്കിലും മെത്രാനച്ചന്മാരാണെങ്കിലും സഭയിലെ ഉത്തരവാദിത്വങ്ങൾ പേറുന്ന നേതൃത്വ നിരയിലുള്ള ആരുമായാലും അവരുടെ കുറവുകളും ബലഹീനതകളും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നവരാണ് നമ്മളേറെ പേരും. മറ്റുള്ളവരുടെ വീഴ്ചകൾ സന്തോഷിക്കുന്ന, മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ ആനന്ദിക്കുന്ന, അത് പെരുമ്പറ കൊട്ടി ചെണ്ട കൊട്ടി നാട്ടുകാരെ അറിയിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഈ ലോകത്തിൽ ശരിയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന, ശരിയായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന, കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിയാവുന്ന ഏക മനുഷ്യൻ ഞാൻ മാത്രം. ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും തെറ്റാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന, ദുരഭിമാനിക്കുന്ന ഏറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി ഉയർത്തുന്നത്. ഈ മേഖലയിൽ ഒരു വിടുതൽ നേടാത്ത ക്രിസ്ത്യാനിക്ക് സ്വർഗരാജ്യ പ്രവേശനം അസാധ്യമാണ് എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞു വെക്കുക. എത്രയോ കൃത്യതയോടെയാണ് ഈശോ സ്നാപക യോഹന്നാനെയും തന്നെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത്. സ്നാപക യോഹന്നാൻ സ്വാത്വികനായ ഒരു മനുഷ്യനായിട്ടാണ് ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. കാട്ടുതേൻ കുടിക്കുന്ന, ലഘുവായി വസ്ത്രം ധരിക്കുന്ന, ഒട്ടകത്തിൻ്റെ തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി തോൾവാറ് അണിഞ്ഞ് വെട്ടുകിളികളും കാട്ടുതേനുമൊക്കെ കഴിച്ച് ഒരു കാടൻ മനുഷ്യനായിട്ട് ജീവിച്ച ഒരു വ്യക്തി. വീഞ്ഞും ലഹരി പാനീയങ്ങളും ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തികച്ചും സ്വാത്വികനായ ഒരു മനുഷ്യനായിട്ട് അവൻ വന്നു. ആ സ്നാപക യോഹന്നാൻ്റെ മേൽ കുറ്റം ആരോപിച്ചവർ ഏറെ വ്യത്യസ്തനായി, ജനങ്ങളിൽ ഒരുവനായി, ജനങ്ങളോടൊത്ത് അവരുടെ വികാരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ സാധ്യതകളുമൊക്കെ പ്രയോജനപ്പെടുത്തിയ യേശുനാഥൻ അവരിലൊരുവനായിട്ട് ഇഴചേർന്ന് ജീവിച്ച ഒരു ക്രിസ്തുനാഥൻ അവനുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ഭോജനപ്രിയൻ, ഭക്ഷണപ്രിയൻ, വീഞ്ഞുകുടിയൻ. ഈശോ വളരെ കൃത്യതയോടെ പറഞ്ഞു വെക്കുന്നു, അപരൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്ന, അവരനെ കുറ്റം വിധിക്കുന്ന നിന്റെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ നീ ആഗ്രഹിക്കണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ കുറവുകൾ കണ്ടുപിടിക്കുന്ന കണ്ണുകൊണ്ട് അവരുടെ ഒരു നല്ല കാര്യം ഒന്ന് കണ്ടുപിടിച്ചുകൂടെ? പരദൂഷണം പറയാൻ മാത്രം ഉയർത്തുന്ന നമ്മുടെ നാവുകൾ കൊണ്ട് അവരുടെ ഒരു നല്ല കാര്യം പറയാൻ, കുറ്റവും കുറവും മാത്രം കാണാൻ കൊതിക്കുന്ന നിന്റെ കണ്ണുകൾക്ക് അവരുടെ ഒരു നല്ല കാര്യം കാണാനുള്ള കാത്തിരിപ്പ് അതുണ്ടാകുമോ? ഒരിക്കൽ ക്ലാസ്സിലെ ടീച്ചർ
തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തൂവാല കുട്ടികൾ കാണുന്നതിന് മുമ്പേ അതിലെ മഷിയുടെ ഒരു പൊട്ട് ഇട്ടതിന് ശേഷം ഉയർത്തി കാണിച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്താണ് ഇവിടെ കാണുക? ആ ക്ലാസ്സിലിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാറേ, സാറിൻ്റെ കയ്യിലെ ആ തൂവാലയിൽ ഒരു കറുത്ത പൊട്ടുണ്ട്. ആരും തൂവാല കണ്ടില്ല, അതിലെ കറുത്ത പൊട്ട് കണ്ടു. നേതൃത്വ നിലയിലായിരിക്കുന്നവരുടെ പുണ്യങ്ങളും നന്മകളുമെല്ലാം മറന്ന് കുറവുകൾ കാണാൻ കൊതിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് രൂപാന്തരം വരട്ടെ. സ്നേഹമുള്ളവരെ, നന്മകൾ കാണാൻ, നന്മകൾ പറയാൻ, നന്മകൾ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.